എൻ്റെ ഉമ്മച്ചി ഉറങ്ങിയോ റബ്ബേ? വിളിച്ചു നോക്കട്ടെ. ഹലോ. ഉമ്മച്ചി അസ്സലാമു അലൈക്കും. വലൈക്കുസ്സലാം. എന്തൊക്കെയാ വർത്താനം? നല്ല വർത്താനം. എത്താ കുട്ടി എമ്മൂട്ട് എത്താ ഈ നേരം വൈകിണ്ട് വിളിച്ചാന്? ഇമ്മ, ഇന്ന് ഞാൻ കുറച്ച് വൈകി. കാരണം എന്താ വെച്ചാൽ അർബാബിൻ്റെ വീട്ടിൽ പോയിരുന്നു. ആ, ആ. ഉമ്മ ഉറങ്ങിയാ? ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല. പിന്നെന്താ ഉമ്മച്ചിനോട് അങ്ങനെ പറയുന്നത്? അങ്ങനൊന്നും പറയാത്തയാണല്ലോ. ഉമ്മ ഇങ്ങനെ വിളിച്ചാഞ്ഞിട്ട് ഉരുകി ഉരുകി ഇരിക്കാണ് ഇവിടെ. എത്താ വിളിച്ചാത്ത എഴുതിയിട്ട്. ഉമ്മ എപ്പോഴും ഹോസ്പിറ്റലിൽ വന്നേ? ഞാൻ വൈകുന്നേരം ആയിക്കണ് വന്നപ്പോ. എന്താ സക്കീനാത്താൻ്റെ വർത്താനം പറയും? കുറവുണ്ട്. ബോധം കഴിഞ്ഞൊക്കെ ചിലപ്പോൾ സംസാരിക്കണുണ്ട്. ഉമ്മാനെ തിരിച്ചറിഞ്ഞില്ലേ? എനിക്ക് തിരിച്ചറിഞ്ഞു, സംസാരിച്ചു. ഞാൻ വിളിച്ചീനോ ചോദിച്ചു. ആണല്ലേ? മാഷാ അല്ലാ, സന്തോഷമായി. ഞാൻ ഇന്നലെ അവർക്ക് വേണ്ടി കുറേ പ്രാർത്ഥിച്ചിരുന്നു. ആ കുട്ടികളെ കാര്യം വെച്ചിട്ടൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. ആ, നല്ല മാറ്റം ഉണ്ട് കേട്ടോ. ആണല്ലേ? ഞാൻ കുറെ നേരം അവിടെ ഇരുന്നു. കഞ്ഞിയൊക്കെ കൊടുന്ന് ഞാൻ പുറത്തുപോയി വന്നു. അതുവരെ ഞാൻ അവിടെ ഇരുന്നു. ഞാൻ മൂത്ത കുട്ടിയായിട്ട് വലിയവരായിട്ടാ പോയിട്ടുണ്ട്. ആ പറ്റിക്കാൻ അവിടെ നിർത്തിയാണ്. ഓരെ ചോദിച്ചില്ലേ? ചോദിച്ചു. ഞാൻ ഒന്നാമത് മഴയേനു, പിന്നെ ബസ്സിലാകുമ്പോ കൊണ്ടുപോകാൻ ഗതികേടാണ് പറഞ്ഞു ഞാന്. കുഴപ്പമില്ല. അമ്മ പൈസ കൊടുത്താ? ഞാൻ 5000 കൊടുത്തേക്കണ്. എന്തേ പറഞ്ഞു? സന്തോഷായോ? സന്തോഷായിക്കണ്. ആണല്ലേ? കണ്ണുകൂടി വെള്ളം വന്ന്. കൊറേ വാങ്ങാൻ കൊറേ മടിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെയല്ലേ, എന്റെ കുട്ടി നയിച്ചാലും എനിക്ക് തരുന്നതൊക്കെ ഒരേപോലെ തന്നെയാണ്. ഞാൻ പണിക്കോയിന്റെ കാലത്തൊക്കെ ജന്നല്ല കുഞ്ഞാവാക്ക് ഭക്ഷണം കൊടുത്തിനത് നോക്കിനതൊക്കെ. നന്നായി ഉമ്മ, നന്നായി. ഒരുപാട് സന്തോഷായി. എന്താണെങ്കിലും ഞാൻ ആദ്യം പണിയെടുത്ത് കിട്ടിയ പൈസ നല്ലൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചപ്പോൾ വലിയ സന്തോഷം. ഉമ്മാന്റെ കുട്ടി ഉമ്മ ജീവിച്ചിരിക്കണില്ലേ, ഉമ്മ മരിച്ചാലും എല്ലാരും സഹായിക്കും വേണം, എല്ലാരും നോക്കും വേണം. ഇൻഷാ അല്ലാ. അത് ഉമ്മച്ചി പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉപ്പച്ചി അങ്ങനെയല്ലായിരുന്നോ? ഉമ്മച്ചിൻ്റെയും ഉപ്പച്ചിൻ്റെയും കണ്ടിട്ടല്ലോ മക്കള് പഠിക്കുക. പിന്നെ കുഞ്ഞോൾ താത്ത വിളിച്ചിരുന്നാ? വിളിച്ചീനു. സന്തോഷിക്കണ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോ? എന്നോട് പറഞ്ഞു, കുഞ്ഞാ വിളിച്ചീനു. ഞാൻ കൊറേ കാര്യം പറഞ്ഞിട്ടുണ്ടോ അവനോട്. ഉമ്മയും മോനും കൂടെ കൂടിക്കാണ്ട് അപ്പത്തിന് മുത്തോൾക്ക് പിന്നെ വാക്കൊടുക്കൽ. ഞാൻ പറഞ്ഞു ഞാൻ വാക്കൊന്നും കൊടുത്തിട്ടില്ല പറഞ്ഞിന്. ഓളിങ്ങനെ കുഷ്പാട്ടും ഉമ്മനെ അടങ്ങാറാക്കുന്നു അഞ്ഞോള്. ഇനി ഇടക്കിടക്ക് അതിങ്ങനെ കുത്തി കുത്തി പറയട്ടോ. ആണല്ലേ? ഇങ്ങനെ വല്ലാതെ കാട് കയറി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞോളോടെ, ഇതിങ്ങനെ പറയുന്നു വേണ്ട, പൊന്നാര ആങ്ങള പെങ്ങൾക്കൊരു കാര്യം ചെയ്തിട്ടുണ്ട്. എന്തേ ചോദിച്ചു. പൈസ അയച്ചപ്പോ എനിക്കും കുറച്ച് പൈസ തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മൂപ്പരാൾക്ക് ഭയങ്കര സന്തോഷായിക്കണം. ആണല്ലേ? ഞാൻ പറഞ്ഞിട്ട് വിശ്വാസമായിട്ടില്ല. ഞാൻ പറഞ്ഞു നീ ഉമ്മാരുടെ അടുത്ത് ശനിയാഴ്ച പോകുമ്പോ അവിടെ നിന്ന് വാങ്ങിച്ചോണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഉമ്മാന്റെ കുട്ടിക്ക് ഒരു കാര്യം അറിയോ, എല്ലാവർക്കും പൈസ പൈസ എന്നുള്ള വിചാരമുള്ളൂ. അതൊന്നും സാരില്ലമ്മ, പൈസക്ക് പൈസ തന്നെ വേണ്ടേ? എങ്ങനെ അവിടെ ഗൾഫിൽ പോയിക്കാണ്ട് ഉണ്ടാക്കണോന്നുള്ളത് ഞാനും കണ്ടിട്ടില്ല. എനിക്കും പറഞ്ഞറിവന്നെ ഉള്ളൂ. അതൊന്നും കുഴപ്പമില്ല. അമ്മാരട്ടെ തന്നെ പറയാം, അതൊന്നും കുഴപ്പമില്ല. അനക്ക് വേണ്ടിട്ട് ജെന്നെങ്കിലും ജീവിച്ചേക്കണം. ആലോചിച്ചോക്കാം. ഞാനിനി ജീവിതം തുടങ്ങണല്ലോ അമ്മ. പിന്നെ മുത്തോളെ ഫോൺ നമ്പർ ഒന്ന് അയക്കോണ്ട്, എനിക്കൊന്ന് വിളിക്കണം മുത്തോളെ. അതൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞേക്കണു. അതല്ലമ്മ, ഇമ്മാന്റെ ഫോണൊക്കെ വിളിച്ചിട്ടേ ഓൾ ഇവിടെ വരുമ്പോ ഒരു ദിവസം ഉമ്മാന്റെ ഫോണൊന്ന് വിളിച്ചേരണ്ട്. അതൊന്നല്ല, എനിക്ക് അവളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുള്ള പഠിത്തവും കാര്യങ്ങളൊക്കെ എവിടെ എത്തി അതിനെ കുറിച്ച് ചോദിക്കാൻ, അല്ലാതെ കല്യാണ കാര്യം പറയണമെന്നല്ല. ഉമ്മ പേടിക്കണ്ട. ഉമ്മ നമ്പർ ഏതായാലും വാട്സപ്പ് ചെയ്യുകൊണ്ട് ഞാൻ വിളിച്ചുകൊണ്ടിട്ടോ. അവൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ. അല്ലെങ്കിൽ അവള് കരുതൂല എന്താ വിളിക്കാത്ത, ഞങ്ങൾ കളിച്ച് നടന്നീനന്നല്ലേ. അമ്മ അത് ചെറുപ്പം മുതലേ ഡോക്ടർ പറഞ്ഞതുകൊണ്ട് പിന്നെ മുടക്കിയിട്ടില്ല. അമ്മക്കറിയില്ല, 4 വയസ്സ് വരെ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച അറിയില്ലേ. അപ്പൊ ഉമ്മ വിളിക്കുമ്പോ ഞാൻ പാല് കുടിച്ച് ഇങ്ങനെ പകുതിയാക്കി വെച്ചിട്ടേ ഉള്ളൂ. ഞാനേ എനിക്ക് വലിയ സമാധാനം ഇല്ലാത്തതേനു, പാല് കിട്ടുമോന്നാവോ അവിടെ. എല്ലാരും പറഞ്ഞിട്ടിന് അവിടെ ഒട്ടകപ്പാലാ കിട്ടുക, പശുപാലൊന്നും കിട്ടൂലെന്നൊക്കെ. ഇവിടെ അൽമറായിന്റെ പാലുണ്ട് ഉമ്മ. ഡോക്ടർ ആട്ടുംപാൽ കുടിക്കാനല്ലോ പറഞ്ഞിട്ടുള്ളത്. അതിപ്പോ ഇവിടെ കിട്ടൂലല്ലോ. എനിക്ക് 4 വയസ്സ് വരെ കണ്ണ് കണ്ടില്ലല്ലോ ഉമ്മ. അമ്മക്ക് ഓർമ്മയില്ലത്? വേറെന്തൊക്കെ ഉമ്മച്ചേ? പിന്നെ ആ അദ്വാക്കാന്റെ മോൻ ഗൾഫിൽ പോയിനല്ലോ.
ആ ആണ്ട് എന്തേ ജോലി കിട്ടിയാ? 3 മാസം നിന്നുകാണ്ട് തിരിച്ചു പോന്നത്. അല്ല, ഓൻ നാട്ടിൽ തന്നെ ഇങ്ങനെ കളിച്ച് നടക്കായിരുന്നു ഉമ്മ. അവന് ഒന്നിനും ഒരു ശ്രദ്ധയില്ല. ഞാൻ നാളെ നാട്ടിലുണ്ടായിരുന്നേ, ടൗണിൽ നിന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്തോ അങ്ങനെ ഓട്ടോ ഡ്രൈവറായിട്ട് അടിപിടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് ജോലി ചെയ്ത് ജീവിച്ചുകൂടെ, എങ്ങനെ ആൾക്കാരോട് കച്ചറോടിയാണ്? അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ പ്രശ്നങ്ങൾ എന്നാണ്. ഇപ്പം ഇന്നും ഗൾഫിൽ പോയി എന്ന് പറഞ്ഞു. ഞാൻ കരുതി അവിടെ ജോലിയൊക്കെ ആയിട്ടുണ്ടാവും. ഓന് തിരിച്ചു നിന്നേക്കണ് 3 മാസം നിന്നുകാണ്ട് ജോലിയൊന്നും ശരിയായിട്ടില്ല. ഞാൻ കണ്ടീനു ഓനെ. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്തിനാ ആ കുഞ്ഞാവാനെ ഗൾഫിൽ പറഞ്ഞയച്ചത്? ഓന് നാട്ടിൽ തന്നെ നല്ല പണി ഇല്ലേനോ, പറഞ്ഞയക്കേണ്ട ആവശ്യമില്ലേനോ, ഗൾഫിൽ പോയാലുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയോ അങ്ങനെ പറഞ്ഞു. ഞാൻ ഒന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ കുട്ടി ഇവിടുന്ന് നാട്ടിൽ നിന്നും പണിയെടുത്തിന്, ഗൾഫിൽ പോയവന് ആരേറ്റും ഒന്നിനും പോകൂല, അതുകൊണ്ട് ഓന് പഠിച്ചോ വയ്ക്കൂല പറഞ്ഞു. ഉമ്മ ഞാനും കേട്ടിട്ടുണ്ട് നാട്ടിൽ നിൽക്കുമ്പോഴേ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയും, ഈ പ്രവാസ ജീവിതത്തെ പറ്റിയിട്ട് ഒരുപാട് കുറ്റം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അന്ന് എനിക്കറിയില്ലല്ലോ എന്താണ് പ്രവാസ ജീവിതം. പക്ഷെ ഉമ്മ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ്, കുറച്ചായിട്ടുള്ളൂ ഞാൻ വന്നിട്ട്, പക്ഷേ നല്ലതാണമ്മ പ്രവാസ ജീവിതം. പിന്നെ പണ്ടത്തെ കാലത്തെ പോലെ ഒന്നല്ല. പണ്ട് ആളുകൾ ഉമ്ര വിസക്കും അതേപോലെ ഓരോ വിസക്കൊക്കെ പോയിട്ട് ഈ കാട്ടറബിയാളുടെ അടുത്തൊക്കെ ചെന്ന് പെട്ടിട്ട് മരുഭൂമിയിലൊക്കെ ജോലി കിട്ടാതെ ഒരുപാട് ബുദ്ധിമുട്ടി എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഒന്നുമല്ല. ഇപ്പം എല്ലാവരും അറബികളാണെങ്കിൽ നല്ല വിദ്യാസമ്പന്നരാണ്. ഓരോടുത്ത് എത്തിക്കഴിഞ്ഞാൽ എന്താണോ അല്ല സ്വഭാവം. ഇന്നിപ്പോൾ അർബാബിൻ്റെ വീട്ടിലായിരുന്നു ഉച്ചക്ക് ഫുഡ്. നിങ്ങളോട് പറയാം, നമ്മുടെ വീട്ടിലും കൂടി ഞാൻ അത്ര സ്നേഹം കണ്ടിട്ടില്ല. കാരണം അർബാബിൻ്റെ കൂടെ ഇരുത്തി ഒരുമിച്ച് അർബാബും ഞങ്ങളൊക്കെ ഒരു പ്ലേറ്റിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചു. അത് നല്ലൊരു മെസ്സേജ് അല്ലേ? പിന്നെ ഓല് ചില ആൾക്കാർ ശരിയുണ്ടാവില്ല അറബികള്. അതൊക്കെ പണ്ടത്തെ കാലത്ത് അമ്മ. ഇപ്പം എല്ലാവരും നല്ല മനുഷ്യന്മാരാണ്. പിന്നെ നമ്മുടെ നാട്ടിലാണെങ്കിലും കുറേ ആളുകൾ നല്ലതും കുറേ ചീത്തയൊക്കെ അല്ലേ, അതേപോലെ എല്ലാ രാജ്യത്തും ഉണ്ടാവും. പക്ഷെ ഓരോ പെരുമാറ്റമൊക്കെ നമ്മൾ കണ്ടു പഠിക്കണം. എന്തോ ഒരു ബഹുമാനാണെന്നറിയോ. മുതിർന്നവരെ കണ്ടാലും കുട്ടികളെ കണ്ടാലും ഒക്കെ സലാം പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് അതൊക്കെ പഠിക്കേണ്ടതാണ്. ഞാൻ കണ്ടിട്ടില്ല ഇവിടെ വന്നിട്ട് ആരും കുറ്റം പറയുന്നതും അങ്ങനത്തെ സംഭവം ഒന്നും പറയില്ല. നമ്മളെ നാട്ടിൽ എന്താ വെച്ചാൽ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ മറ്റൊരാളെ കുറ്റം പറയും. നേരിട്ട് കാണുമ്പോൾ നല്ല ചിരിയും കളിയാക്കാരം. നല്ല ചിരിയും കളി. ഓനോട് കൊറേ പറഞ്ഞു, നിങ്ങൾക്ക് ഓനെ പറഞ്ഞയക്കേണ്ട ആവശ്യമില്ലേനു. ഓക്കെ, ഞാൻ പറഞ്ഞു ഓൻ പറഞ്ഞയക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് ഒരു പെരയും കൂടെ ആയിട്ടില്ല. പിന്നേന്ന് പറഞ്ഞാല് എന്റെ പോലല്ല എന്റെ കുട്ടിക്ക് എന്റെ കുട്ടിന്റെ വാപ്പില്ല, അവനാന്റെ വാപ്പാരുണ്ട്. ഓനെന്താ അമ്മ വെച്ചാല് ഓല് അത്യാവശ്യം ഉണ്ട്, ഓൽക്ക് റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വാപ്പാക്ക് മുതലുണ്ടായിട്ട് കാര്യമില്ല. വാപ്പാന്റെ മുതലുണ്ടായിട്ടാണ്. ഇമ്മാന്റെ കുട്ടിക്ക് അതില്ലല്ലോ. വാപ്പാക്ക് മുതലുമില്ല, നമ്മളപ്പം ജീവനോടല്ലേനു. അത് ശരിയാ. അല്ല, ഓനെന്താണ് പേടിക്കേണ്ടതെന്ന് വെച്ചാൽ ഓൾക്ക് വരുമാനം കാര്യം ഉപ്പച്ചി അങ്ങനെ ഓൻ്റെ ഉപ്പച്ചി അങ്ങനെ കൊടുക്കൊന്നുമില്ല. എന്നാലും മോനത് കണ്ടിട്ടായിരിക്കും ഉപ്പാന്റെ കാലശേഷം അതൊക്കെ കിട്ടൂലെന്ന് എഴുതിയിട്ടായിരിക്കും വേണമെങ്കിൽ. 3 മാസം നിന്നുകാണ്ടേ പണിയൊന്നും ശരിയായില്ല കണ്ട് ഇങ്ങോട്ട് പോന്നേക്കാം. അതുകൊണ്ട് തന്നെ ഓന് ഗൾഫിനെ കുറ്റം പറയണതേ. എനിക്ക് ഗൾഫിനെ കുറ്റം പറയുന്നത് ഇഷ്ടമില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഗൾഫ്. പിന്നെ ഗൾഫിൽ ഉണ്ടായാലേ വല്ലതും മിച്ചം പിടിക്കാൻ പറ്റുള്ളൂ. നാട്ടിലാണെങ്കിൽ എന്താ, ഞാൻ ഇപ്പോൾ എത്ര ജോലി ചെയ്തു നാട്ടിൽ, നമുക്ക് കിട്ടും, അത് അവിടെ തന്നെ ചിലവാകും. കല്യാണം, സൽക്കാരം, മരണം പറഞ്ഞിട്ട് ഓരോ പ്രശ്നങ്ങൾ ക്യാഷ് ഇങ്ങനെ പോകും. ഞാനിപ്പോൾ നാട്ടിൽ ചില ദിവസങ്ങളിൽ 2000 വരെയൊക്കെ ഞാൻ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ ഒരു കാര്യം, എൻ്റെ അടുത്ത് ഒരു ബാലൻസ് ഒന്നുമില്ല. പക്ഷെ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഫോമൊക്കെ ഫില്ല് ചെയ്ത് 2 ദിവസം കൊണ്ട് ശരിയാവും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോന്നപ്പോ തന്നെ ഒക്കെ സെറ്റ് ആക്കിയിട്ട് പോന്നിരുന്നത്. വല്ലതും മിച്ചുള്ളതായി കിട്ടുള്ളൂ, അല്ലാതെ ഫുള്ള് ഉമ്മാക്ക് അയക്കരുത്. ഉമ്മാക്ക് ഇവിടേക്ക് അയച്ചാല് പിന്നെ എണ്ണിച്ചുട്ട അപ്പം പോലെ തേലുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അതല്ല ഉമ്മ, എനിക്കൊരു സ്വഭാവം ഉണ്ട്, ഉമ്മാക്ക് അറിയാല്ല. എന്താ വെച്ചാല് എൻ്റെ കയ്യിലൊന്നും നിൽക്കൂല. ആരെങ്കിലും എൻ്റെ അക്കൗണ്ടിലാണെങ്കിൽ ആരെങ്കിലും ചോദിച്ചാൽ എടുത്തു കൊടുക്കും. നാട്ടിൽ നിന്നും എൻ്റെ പരിപാടി അത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തീരുമാനിച്ചത് എന്താ വെച്ചാൽ ഉമ്മാക്ക് എല്ലാം അയച്ചു തരിക. എനിക്ക് ചെലവിനുള്ള ക്യാഷ് വെച്ചിട്ട് ബാക്കിയെല്ലാം ഉമ്മാക്ക് അയച്ചു തരും. ഉമ്മ എന്താ വെച്ചാൽ കാണിച്ചോ. അതൊന്നും വേണ്ട. ഉമ്മാന്റെ കുട്ടിന്റെ അക്കൗണ്ടില് ഉമ്മാന്റെ കുട്ടിന്റെ പൈസ കണ്ട് അങ്ങനെ കുറച്ച് വെച്ചോണ്ട് കേട്ടോ. ഇൻഷാ അള്ളാ നോക്കട്ടെ. ഇൻഷാ അള്ളാ അടുത്ത മാസം മുതൽ ഇപ്പോൾ മാനേജറെ പോസ്റ്റും കാര്യങ്ങളും കിട്ടിയ സാലറി കൂടി കിട്ടുമല്ലോ ഇൻഷാ അള്ളാ. പിന്നെ നമുക്ക് മിച്ചം പിടിക്കാനൊക്കെ ക്യാഷ് ഉണ്ടാവും. പിന്നെ ഉള്ളവന് ഇല്ലാത്തവന് കൊടുക്കുമ്പോഴല്ലേ ക്യാഷ് ഉണ്ടാവുള്ളൂ. ഉള്ളവന് ഈ ക്യാഷ് കൊടുക്കാതെ നമ്മൾ അലമാരിയിൽ വെച്ചിട്ട് ഒരു കാര്യവും ഇല്ല. മരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ലല്ലോ. എല്ലാവർക്കും കൊടുക്കുക, എല്ലാവരും ജീവിക്കട്ടെ. ഞാൻ എപ്പോഴും കരുതും, നമ്മുടെ നാട്ടിൽ എത്രങ്ങാനും കോടീശ്വരന്മാരുണ്ടല്ലേ, എന്നാൽ ഒരു നേരം ഭക്ഷണം കിട്ടാത്തവരും ഉണ്ട്. ഈ ഉള്ളവനില്ലാത്തവന് കൊടുക്കുകയാണെങ്കിൽ എന്ത് നല്ലതായിരിക്കും നമ്മുടെ നാട്, ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. പക്ഷെ ആരും കൊടുക്കൂലമ്മ. കൊടുക്കുമ്പോൾ വേദനയാണ്. അല്ല
വേദനയാണ്. ഞാന് നാട്ടിലുണ്ടാവുമ്പോഴേ ഉം. എനിക്കറിയുന്നൊരു കുട്ടി, സ്നേഹ വീട്ടിലൊരു കുട്ടി, അവർക്ക് വീടില്ല, 2 പെൺകുട്ടികളാണ്, ഭർത്താവായിട്ട് എന്തൊക്കെയോ പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർക്കൊരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആളുകളോട് ചോദിച്ചു വന്ന്, പിന്നെ ഒരു 3 സെൻറ്റ് സ്ഥലം തരും. അപ്പോൾ എൻ്റെ ചങ്ങായിമാർക്ക് തന്നെ 100 ഏക്കറുള്ള ആളുകളൊക്കെ ഉണ്ട്, അവരോടൊക്കെ ചോദിച്ചിട്ടാണ് മാറി മാറി ഞാൻ ചോദിച്ചു. ഇനിയിപ്പോൾ പോയാലും എൻ്റെ ഒരു ചോദ്യം ഇല്ലെന്ന് എഴുതിയിട്ട് ആ, അങ്ങനെ എല്ലാവരോടും ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ മറുപടി എന്താ വെച്ചാൽ, ആ, കുഞ്ഞാവേ ഞങ്ങൾ പ്രാർത്ഥിക്കട്ടോ എല്ലാം ശരിയാവുമെന്നാണ് പറഞ്ഞത്. ആരും തരാൻ തയ്യാറായിട്ടില്ല. മനുഷ്യന്മാരങ്ങനെ എന്താ പറയാ, ഉള്ളവർക്ക് ഉണ്ടാക്കണം ഇനി ഉണ്ടാക്കണം എന്നുള്ള ചിന്തക്കാര്. മനുഷ്യന്മാരങ്ങനെ 2 തരം ആളുകളാണ് ഭൂമിയിലുള്ളത്. അത് ഉമ്മാക്ക് അറിയില്ല. പക്ഷേ പിന്നെ ഒന്നുമ്മ പിന്നെ ഗിവേഴ്സാണ്, ഒന്ന് ടേക്കേഴ്സാണ്. ഗിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരായിരിക്കും. ടേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ കിട്ടണം എന്നുള്ള ആഗ്രഹമായിരിക്കും. എല്ലാം ഇങ്ങോട്ട് വേണം, നമ്മളെ കുഞ്ഞോളെ പോലെ. ഓളെ കേൾക്കേണ്ടത് പറയുന്നത്. കേൾക്കൊന്നുമില്ല. എന്നാ പിന്നെ അടിയൊക്കെ തരാം. അപ്പോൾ ഞാൻ പറയണത് എന്താ വെച്ചാൽ, ഞാനും എൻ്റെ ഉമ്മച്ചിയൊക്കെ എന്താവണം, ഗിവേഴ്സിലാവണം, കൊടുക്കണം എന്നുള്ള കൂട്ടത്തിലായിരിക്കണം. ഇപ്പം നമ്മൾ കടം വീട്ടാൻ അയച്ച പൈസ അല്ലേ ഉമ്മച്ചി കൊണ്ടുപോയിട്ട് സക്കീനാത്തൊക്കെ കൊടുത്തത്. അതിലും വലിയൊരു പുണ്യം എന്താണ്? ഒരു മനുഷ്യൻ ആപത്തിലാവുമ്പോഴാണ് അവർ സഹായിക്കേണ്ടത്. ഞാന് ആ സെക്കിന്റെ കാര്യം ആലോചിച്ചാണ് എനിക്ക് ഭയങ്കര സങ്കടമാണ്. അല്ലമ്മ, നാളെയല്ലേ ആള് വരുന്നത്? ഉമ്മ കൊടുത്തയച്ച സാധനമൊക്കെ നാളെ കിട്ടുമല്ലേ? നാളെയാണ് ഒക്കെ കൊടുത്തേ, ഒക്കെ കെട്ടി പാക്ക് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. നാളെയാണ് ആ ചെങ്ങായി അവിടെ എത്തുക. ഇൻഷാ അല്ലാ. ഉമ്മാൻ്റെ അത് വാങ്ങിയിട്ട് ഫസ്റ്റ് വാങ്ങിക്കാണ്ട് പൊട്ടിച്ചിക്കാണ്ട് ഉമ്മക്ക് വീഡിയോ അയച്ചു തന്നിട്ടോ. ഇൻഷാ അല്ലാ, ഞാൻ വാട്സപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്നോട് പറയാത്തൊരു സാധനം വെച്ചേക്കണം, കിട്ടുമ്പോ പറയാം. എന്തമ്മ? പറഞ്ഞില്ല. കടലുമിഠായി ആണോ? ആണോ അല്ലേ? ആണ്. ഒന്നാവൂല, പറ്റിക്കായിരിക്കും. നാളെ കാണാം. അതിലെന്താണ് അപ്പൊ ഉമ്മാക്ക് വീഡിയോ അയച്ചു തന്നെട്ടോ. ആണോ? അത് കാണുമ്പോ ഉമ്മാനൊട്ടിക്ക് ഭയങ്കര സങ്കടം വരും. ഇൻഷാ അല്ലാ, നോക്കട്ടെ എന്താണ്. ഇനി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എനിക്ക് സാധനം കൊടുത്തേക്കണം. എന്താ കൊടുത്തേക്കോ? ഉമ്മച്ചി പിന്നെ നിസ്കാരപ്പായിലിരുന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ സലാത്ത് അല്ലേ, ഉമ്മച്ചിൻ്റെ അടുത്ത് ഒരു വെളുത്ത സലാത്ത് മാല ഇല്ലേ, അതിന് ഉമ്മച്ചിൻ്റെ സ്മെല്ലുണ്ടാവും. അതെനിക്ക് കൊടുത്തേക്കോ? എനിക്ക് സങ്കടം വരുമ്പോൾ അത് കെട്ടിപ്പിടിക്കണം. അപ്പൊ എനിക്ക് ഉമ്മാനെ കാണാൻ പോതില്ലേ? ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, വിളിച്ചപ്പോ ഉമ്മാനുട്ടി പോരെ, മക് കാണാനുള്ള പൂതിണ്ട് പറഞ്ഞല്ലോ. അത് വേണ്ട, അങ്ങോട്ട് ഉമ്മാനെ പഴയ പോലെ എല്ലാരും കളിയാക്കാനല്ലേ, ഉമ്മാക്ക് ജോലിക്ക് പോവാനല്ലേ, അതൊന്നും വേണ്ടട്ടാ. അതുകൊണ്ടൊന്നല്ല. അപ്പൊ ഉമ്മ സലാത്ത് മാല കൊടുത്തേക്കണേ. സലാത്ത് മാലക്ക് കൊടുത്തേക്കുന്നാല്. വേറെ ഉമ്മാക്ക് നിസ്കാര കുപ്പായ എന്തെങ്കിലും വേണോ? ഇവിടെ പുതിയ മോഡൽ നിസ്കാര കുപ്പായൊക്കെ ഉണ്ട്. വാണ്ടുട്ടേ, അന്ന് പോയപ്പോ നമ്മള് ഡ്രസ്സ് എടുത്തപ്പോ പോവാൻ വേണ്ടി എനിക്ക് ഡ്രസ്സ് എടുത്തപ്പോ നിസ്കാര കുപ്പായ എടുത്തില്ലേ? ഇനി ഉമ്മാക്ക് എന്താ വേണ്ടേ? ഉമ്മാക്കൊന്നും വേണ്ട. ആ നിസ്കാര കുപ്പായ എന്താ കാട്ടിയത് എനിക്ക്? ഞമ്മളെ താഴത്തെ വീട്ടിലെ താത്ത നീങ്ങട്ടെ, മറിയാത്തി മോളും വന്നീനു. അപ്പൊ ഇങ്ങനെ ഓരോ കൂട്ടം വന്നപ്പോ മറിയാത്ത നിസ്കാര കുപ്പായം തിരുമ്പിട്ടേക്കണു, ഉണങ്ങിയിട്ടില്ല, മഴയായിട്ട് ഉണങ്ങിയിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഇവിടെ നിസ്കരിച്ചാൻ പറഞ്ഞ നിസ്കരിച്ചു. പോയപ്പോ ഞാൻ എന്താ ആ നിസ്കാര കുപ്പായ എടുത്തു കൊടുത്തു. കൊടുത്തോ? ഞോലെ നിസ്കരിച്ചാൽ കൂലിട്ടല്ലോ. ഞാനപ്പൊ എന്നോട് കൊറേ പറഞ്ഞു എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞു വേണ്ട. കുഞ്ഞാവ് പോയപ്പോ ഓനക്ക് പോവാൻ വേണ്ടി തുണിയാൾ എടുത്തപ്പോ ഒരു നിസ്കാര കുപ്പായും മൊക്കനെ എടുത്തതാണ്. ഞാൻ ഇവിടെ ഉണ്ട്, എനിക്കൊന്ന് അത് മതി അറിഞ്ഞു. പിന്നെ ഉമ്മാന്റെ ചങ്ങാഴ്ചയില്ല അക്കരമത്തെ റസിയാത്തിയും കുട്ടിയും ഓല് വന്നിരുന്ന, റസിയാത്തിയും മോളും വന്നിരുന്ന? അത് ഞാൻ എന്നോട് പറയാൻ മറന്നത്. നിങ്ങള് ഭയങ്കര ചങ്കാണല്ലേ, നിങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഒരുമിച്ചല്ലേ, നിങ്ങളുടെ ഓല കാര്യങ്ങള് പറയുന്നു. ഞാൻ പറ്റ മറന്നതാണത്. ആ കുട്ടീനെ കോളേജ് ചേർത്തിക്കണല്ലോ. ആണോ? നല്ല കുട്ടിയമ്മ, നല്ല പഠിക്കുന്ന കുട്ടിയാണ്, പാവാണ്. നല്ല എപ്പോഴും ചിരിച്ചോണ്ടിരുന്ന കുട്ടി, നല്ല കുട്ടിയാ. മുത്തോൾക്ക് ചെറിയൊരു അസൂയൊക്കെ ഉണ്ട്. ഓളെ കണ്ടിട്ടാ? എന്തിനാ എനിക്കറിയില്ല. ഞാനേ ഓള് ഇങ്ങോട്ട് വന്നപ്പോ അതിന് ഓൾക്ക് മുത്തോളെ പ്രായമൊന്നുമില്ല, ചെറിയ കുട്ടിയാണ്. പ്രായമില്ലാച്ചിട്ട് അസൂയല്ലേ അതൊക്കെ. പക്ഷെ നല്ല വലിപ്പമുണ്ട്, നല്ല ഹൈറ്റ് ഉണ്ട്. പക്ഷെ നല്ലൊരു ചെറിയൊരു കുട്ടിത്തെ മാറാത്ത മുഖാണ്. പാവാണ്, റസിയാത്തിയും പാവാണ്. പറഞ്ഞു പിന്നെ
നിങ്ങളിപ്പോ നിങ്ങളെ മോനിപ്പോ ഗൾഫിൽ പോയി, നിങ്ങളിപ്പോ പ്രവാസിന്റെ അമ്മായി. ഞാൻ എന്നോട് നാളെ കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഭയങ്കര സ്നേഹമാണല്ലോ, ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ ഒക്കെ പോയിട്ട് പണിയായിട്ടില്ല, അതാണ് ഇതാണ് കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പറഞ്ഞു, എന്നോട് പറഞ്ഞു കൊറേ ഉം. പണിയാവാത്ത കാര്യൊക്കെ, പണിയാവാതെ കഷ്ടപ്പെട്ടതൊക്കെ പറഞ്ഞു. അത് കൊറേ ഇപ്പൊ കുഴപ്പമില്ല തോന്നുന്നു, ഇപ്പൊ ശരിയായിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇനി പഠിച്ച് ആ കുട്ടി ഉഷാറാവട്ടെ, പ്രാർത്ഥിക്കാം നമുക്ക്. ആ കുട്ടിക്കൊരു ജോലിയൊക്കെ ആയാലൊക്കെ എല്ലാരും നന്നാവും ഇൻഷാ അല്ലാ. പിന്നെ എനിക്ക് റസിയത്തനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ വെച്ചാൽ, റസിയത്ത എന്നെ പോലെയാണ്, എവിടുന്ന് മിണ്ടാപ്രാണികൾ കണ്ടാലും ഭക്ഷണം കൊടുക്കുകയും ചെയ്യും, അവരെടുത്ത് കണ്ട് അസുഖം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്യും. ഭയങ്കര സ്നേഹമാണ്. അങ്ങനെയാണ്. ആ കൊറേ പിന്നെ ഓലെ വീട്ടില് കൊറേ കോഴിയും നായും പൂച്ചയും ഒക്കെ ഉണ്ട്. ഭയങ്കര സ്നേഹമാണ് അവൾക്ക്. എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അല്ല അമ്മച്ചിയെ, നിങ്ങളെ ആട് വാങ്ങുന്ന കാര്യം എന്തായി? ആട് വാങ്ങാൻ സുധീറിനോട് പറഞ്ഞിരുന്നു. സുധീറിന് അപ്പത്തിന് പനിയാണ് എന്നൊക്കെ പറഞ്ഞു. ആണല്ലേ? ഞാൻ ഇന്ന് വിളിച്ചിരുന്നു. അപ്പൊ വിളിച്ചപ്പോ അവന് പനിയാണ്. ആട് വാങ്ങുമ്പോഴേ നോക്കി വാങ്ങണം, വല്ല അസുഖമുള്ള ആടൊന്നും വാങ്ങരുത്. ഇപ്പൊ മഴക്കാലാണ്, അവർക്ക് ഇൻഫെക്ഷനും ആടാക്ക് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എന്താ വെച്ചാല് നല്ലോണം നോക്കിയിട്ട് വാങ്ങണം, അല്ലെങ്കിൽ പറ്റിക്കും. ഞാൻ ആടിനെ വാങ്ങിക്കാണ്ട് എന്താ പേരിടാന്ന് ആലോചിച്ച് നടക്കണം. പേര് നല്ലൊരു പേരുണ്ട്, മന്നിട്ട് പറഞ്ഞിരുന്നു. കുഞ്ഞിമ്മന്ന് വിളിച്ചാ മതി. കുഞ്ഞിമ്മ, കുഞ്ഞോള്. അതെ. അപ്പൊ പൊളിച്ചില്ലേ പേര്? 3 പേര് പൊളിച്ചു. ഇൻഷാ അല്ലാ. പറഞ്ഞിട്ടേ ഒരു കാര്യം പറഞ്ഞാ കേക്കുവോ? എന്താണാവോ? അമ്മ പറഞ്ഞാ കേക്കൂല. അമ്മക്കൊരു കഥ പറഞ്ഞോ? ഇൻഷാ അല്ലാ. ഇപ്പൊ പറഞ്ഞുതരാം കേട്ടോ. ഒരു മിനിറ്റ്, കട്ടാക്കണ്ട, ഇപ്പൊ പറഞ്ഞുതരാം. ഭക്ഷണം കഴിച്ചിക്കണോ? ഭക്ഷണം കഴിച്ചിക്കണ്. ഞാൻ ഒന്ന് മുള്ളിയിട്ട് വരാം. ഓക്കേ. ഉമ്മച്ചിയെ, കഥയൊക്കെ ഞാൻ പറഞ്ഞുതരാം, പക്ഷെ എൻ്റെ ഉമ്മച്ചി കരയാൻ പറ്റൂല. അതൊന്നും പറയാൻ പറ്റില്ല. ആണോ? എന്നാ കഥ പറയാൻ പോവാട്ടോ. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു. നമ്മുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി. വീട് വെച്ചു, നിങ്ങളുടെ കുഞ്ഞാവ കല്യാണം കഴിച്ചു, കുട്ടികളും മക്കളൊക്കെ ഉണ്ടായി, നല്ല സന്തോഷമുള്ള ജീവിതം. പിന്നെ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞു പോയി. അങ്ങനെ എൻ്റെ ഉമ്മച്ചി എന്നെ വിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോയി. എനിക്ക് ഭയങ്കര സങ്കടമായി, സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും എന്നോട് ചോദിച്ചു, എന്താ കുഞ്ഞാവേ ഇപ്പോൾ പഴയ കളിയും ചിരിയൊന്നുമില്ലല്ലോ? ഞാൻ എല്ലാവരോടും പറഞ്ഞു, എൻ്റെ ഉമ്മച്ചി ഇല്ലല്ലോ, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. പിന്നെയും കുറേ കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയി. പിന്നെ ഞാനും മരിച്ചു. കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഉമ്മച്ചി. ഇത് കഥയല്ലേ? അതൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഈ ഭൂമിയിൽ ജീവിച്ചു പോയാൽ മരിക്കും എന്നുള്ള ഉറപ്പല്ലേ ഉമ്മച്ചി? ഞാൻ ആദ്യം പറഞ്ഞു കരയണ്ട. അങ്ങനെ ഞാനും മരിച്ചവിടെ വന്നു. ഞാൻ മരിച്ചവിടെ എത്തി നോക്കുമ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഉമ്മച്ചിനെയും ഉപ്പച്ചിനെയും തിരഞ്ഞു. ആരെയും കാണാനില്ല. ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരുന്നു. അപ്പോൾ എന്നോടൊരു മാലാക വന്നിട്ട് ചോദിച്ചു, എന്തിനങ്ങനെ സങ്കടപ്പെടുന്നത്, എന്തിനങ്ങനെ കരയുന്നു ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഉപ്പച്ചിനെയും ഉമ്മച്ചിനെയും കാണണം. അതിനാണോ അങ്ങനെ സങ്കടപ്പെടുന്നത് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഈ സ്വർഗത്തിലെത്തണമെങ്കിൽ നല്ലോണം നന്മ ചെയ്യണം നാട്ടിൽ നിന്ന്. നിങ്ങൾ നന്മ ചെയ്തിട്ടുണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിസ്കാരമൊക്കെ ഒരുപാട് ഒഴിവാക്കിയിട്ടുണ്ട്, പക്ഷേ മിണ്ടാപ്രാണികളൊക്കെ നന്നായിട്ട് സ്നേഹിച്ചിട്ടുണ്ട്, ഭക്ഷണം കൊടുക്കാറുണ്ട്, വെള്ളം കൊടുക്കാറുണ്ട്, ഞാൻ അനാവശ്യമായിട്ട് ആരെയും കുറ്റം പറയാനൊന്നിനും പോവാറില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം എന്നോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിൻ്റെ ഉമ്മച്ചിൻ്റെയും ഉപ്പച്ചിൻ്റെയും പേര് പറയാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ പേര് പറഞ്ഞു കൊടുത്തു. അപ്പം എന്നോട് പറയാം, മാഷാ അല്ലാ, നിൻ്റെ ഉമ്മച്ചി ഉപ്പച്ചിയും സ്വർഗത്തിലാണ്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ആ മാലാക ഓടിപ്പോയിട്ട് ഉമ്മച്ചിനെയും ഉപ്പച്ചിനെയും കണ്ടു. നിങ്ങളെ കുട്ടിയുണ്ട് സ്വർഗത്തിൻ്റെ വാതിൽക്കൽ, നിങ്ങളെ കാത്തിക്കണം, നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മച്ചി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മാഷാ അല്ലാ, എവിടെയേ ചോദിച്ചത്, എൻ്റെ കുഞ്ഞാവ് എവിടെയേ ചോദിച്ചിട്ട് ഇങ്ങനെ ആ സ്വർഗത്തിൻ്റെ വാതിലിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അപ്പം ഞാനിങ്ങനെ കരഞ്ഞു നിൽക്കുന്നുണ്ട് പാവമായിട്ട്. എന്നെ സ്വർഗത്തിൽ കയറ്റിയിട്ടില്ല, സ്വർഗത്തിൻ്റെ വാതിൽ വരെ എത്തിയിട്ടുള്ളൂ.
ആട്ട് ഉമ്മച്ചി എന്നെ കെട്ടി പിടിച്ചിട്ട് രണ്ട് കവളത്തും മാറി മാറി ഉമ്മ വെച്ചു. അപ്പം എൻ്റെ കണ്ണിൽ നിന്ന് തുരുതുരാ വെള്ളം വന്നു. ഞാൻ കരയുന്നിട്ട് അവിടുത്തെ മാലാക ചോദിച്ചു, എന്തിനാ അങ്ങനെ കരയുന്നു ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഉമ്മച്ചിൻ്റെ കൂടെ ഭൂമിയിൽ നിന്ന് ജീവിച്ച് കൊതി തീരും മുമ്പേ ഉമ്മച്ചി മരിച്ചു, പിന്നെ ഞാനും മരിച്ചു വന്നപ്പോൾ ഞാൻ കരുതി ഉമ്മച്ചിൻ്റെ കൂടെ നിൽക്കാലോ, ഇപ്പം എനിക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ എന്ന് പറഞ്ഞു. അതിൽ ഉപ്പച്ചി പറഞ്ഞു, സാരമില്ല, ഞാനും ഉമ്മച്ചിയൊക്കെ സ്വർഗത്തിൽ, ഞങ്ങളുടെ കുട്ടി സ്വർഗത്തിൽ വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. കുറേ ടൈം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, മാലാക ഇനി പോയിക്കോളൂ, ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോയി, കുറേ പോയി. അപ്പോൾ ഉമ്മച്ചി ഇങ്ങനെ പറയുന്നുണ്ട്, കുഞ്ഞാവാ പോലെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഉമ്മച്ചി സ്വർഗത്തിലെ നല്ല മനുഷ്യന്മാരെ മാത്രമേ കയറ്റുള്ളൂ. എനിക്കൊരു സന്തോഷമുണ്ട്, എന്താ വെച്ചാൽ എൻ്റെ ഉപ്പച്ചിയും ഉമ്മച്ചിയും സ്വർഗത്തിലുണ്ടല്ലോ, അതെനിക്ക് കാണാൻ പറ്റിയല്ലോ. അതിലും വലിയൊരു ഭാഗ്യം എന്താണ്. അങ്ങനെ പിന്നെ ഒരുപാട് നാൾ കഴിഞ്ഞു പോയി. ഒരുപാട് നാൾ കഴിഞ്ഞ് വന്നപ്പോൾ എന്നെ വീണ്ടും വിളിപ്പിച്ചു. അപ്പോൾ ഒരുപാട് കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടി. അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു എവിടെയാണ് നിൽക്കേണ്ടത് ചോദിച്ചു. ഒരുപാട് കൊട്ടാരങ്ങളുണ്ട് സ്വർഗത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വേറെ എവിടെയും നിൽക്കണ്ട, എനിക്ക് എൻ്റെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും കൂടെ നിന്നാൽ മതി പറഞ്ഞു. അങ്ങനെ ഞാൻ സ്വർഗത്തിലേക്ക് വന്നുട്ടോ. അങ്ങോട്ട് ഞാനും ഉപ്പച്ചി സ്വർഗത്തിൽ ഒരു കട്ടിലിൽ. അപ്പോൾ ഒരാളും കൂടി വരാണ്ടല്ലോ, കുഞ്ഞോള് വരണ്ടേ. അപ്പോൾ ഞാൻ ചോദിച്ചു ഉമ്മാനോട്, കുഞ്ഞോളെ കണ്ടോ ചോദിച്ചു. ഇല്ല കുട്ടിയെ, ഞങ്ങളെ രണ്ടാളെയും കാണാനായിട്ട് ഞങ്ങൾ എന്നും ദുആ ചെയ്യാറെന്ന് പറയും. അങ്ങനെ മാലാഖനോട് വീണ്ടും പോട്ടെ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരാളും കൂടി ഉണ്ട്, ഓലെ കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പേര് ചോദിച്ചപ്പോൾ ഞാൻ പേരൊക്കെ പറഞ്ഞെടുത്തിട്ട് എൻ്റെ കയ്യും പിടിച്ച് എന്നെ കൊണ്ടുപോയി. അവർ തൊട്ടടുത്ത അപ്പുറത്ത് വേറൊരു കൊട്ടാരത്തിൽ ഉമ്മാ സ്വർഗത്തിൽ. അങ്ങനെ അവിടുന്ന് കുഞ്ഞോളെ എന്നെ കണ്ടപ്പോൾ കുഞ്ഞാവാ വിളിച്ചിട്ട് കെട്ടിപ്പിടിച്ച ഉമ്മ വന്നു. ഇപ്പം സങ്കടമൊക്കെ മാറിയില്ലേ? ഉപ്പച്ചിയും ഉമ്മച്ചിയും കുഞ്ഞോളും കുഞ്ഞാവി. മാഷാ അല്ലാ, ഇങ്ങനെ ആവട്ടെ നമ്മുടെ ജീവിതം. ഈ മക്കളെ ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മമാർ മരിച്ചു കഴിഞ്ഞാലും ഭയങ്കര സങ്കടം. ഉമ്മ പോകുമ്പോൾ ഒരു വല്ലാത്ത ശ്വാസം ഇങ്ങനെ തിങ്ങുന്ന പോലെയായിരുന്നു. ഇനി ഇങ്ങനത്തെ കഥ വേണ്ടല്ലോ. ഇങ്ങനെയൊക്കെ ഒരു ദിവസം വരുമ്മ, അതിനൊക്കെ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കണം. നമ്മളെ ഉപ്പ എങ്ങനെയായിരുന്നു, മരണത്തെ എപ്പോഴും സ്വപ്നം കാണുമായിരുന്നു, മരണത്തിൻ്റെ കഥകളൊക്കെ പറയുമായിരുന്നു ഉപ്പച്ചെന്നോട്. മരിച്ചിനെ കൂട്ടം പറയും, എന്നോട് പറയായിരുന്നു, മരിച്ചു പോയാ കുഞ്ഞാവാ അവിടുത്തെ സ്ഥിതി എന്താണ്, 6 അടി മണ്ണിൽ നമ്മൾ തനിച്ചല്ലേ, മഴ പെയ്താലും. ഉപ്പാക്കാണെങ്കിൽ ഭൂമിയിലായപ്പോൾ ഫാൻ ഇടാതെ പറ്റിയല്ല, വെറും ചൂടാണ്. ഉപ്പച്ചി അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ എപ്പോഴും പറയാറുന്നുണ്ടോ. പക്ഷെ നമ്മുടെ ഉപ്പച്ചിക്ക് ഭയങ്കര ധൈര്യമാണ്. മരണത്തെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സ്വപ്നം കണ്ടിരുന്നു. എല്ലാവർക്കും മരിക്കാന്ന് പറഞ്ഞ പേടിയില്ല, ഉപ്പച്ചിക്കും മരിക്കണ വലിയ പേടിയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇനി ഓക്കെ. അത് നിങ്ങൾ പറഞ്ഞ് സുധീറിനോട് പറയാന്ന് പറഞ്ഞിട്ടല്ലേ. അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട, ഞാൻ വരില്ലമ്മ, ഞാൻ വന്നല്ല ശരിയാവും കേട്ടോ. ഇന്ന് വെക്കട്ടെ. അയ്യടാ കരഞ്ഞ കണ്ട വെക്കണ്, ചിരിക്ക്. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ഉമ്മ ഉമ്മ ഇങ്ങനെ ഞാൻ വെക്കൂല കേട്ടാ. ഇൻഷാ അല്ലാ. നാളെ മുത്തോളെ നമ്പർ ആക്കട്ടാ. അസ്സലാമു അലൈക്കും. ബൈ.